ഇപ്പൊ ആ കാണുന്ന കർപ്പൂരം മാവാണ്. കർപ്പൂരം മാവിന്റെ തൈകളാണ്. ഈ കർപ്പൂരം മാവിന്റെ തൈകളൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടാത്ത ഒരുപാട് ചോദിച്ചു നടക്കുന്ന ഒരു ഐറ്റാണ് ഈ കർപ്പൂരം മാവൊക്കെ. അതൊക്കെ നമ്മളിൽ ഒരുപാട് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് പല വെറൈറ്റികളും മാവുകളിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ അവൈലബിൾ ആണ്. കച്ചാമിട്ട മാവ്, കസ്തൂരി മാവ്, യെല്ലോ ബനാന, അതുപോലെ നാംഡോക്ക് മായി, മിയാസാക്കി, അതുപോലെ നമുക്ക് കിട്ടാത്ത ഒരുപാട് വെറൈറ്റികൾ ചക്കാപ്പാത്ത്, കിങ് ഓഫ് ചക്കാപ്പാത്തൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പർപ്പിൾ മാംഗോ അത് അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കാണുന്നതാണോ പർപ്പിൾ? അതെ, അമേരിക്ക റെഡ്, യെല്ലോ ബനാന, ഇതില്ലേ കസ്തൂരി മാവ്, അങ്ങനെ ഒരുപാട് മിയാസാക്കിയാണ് കാണുന്നത്. അതെ അതെ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാ വെറൈറ്റീസും ഇവിടെ കാണുന്നുണ്ട്. അതെ, അമേരിക്ക റെഡ് ഓൾമർ നമുക്ക് അതും അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ കാണുന്നത്. ഇതൊക്കെ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് നിലവിൽ 45 രൂപ മുതൽ 45 മുതലാണ് ചെറിയ മാവുകൾ, ചെറിയ തൈകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ ഈ കാണുന്ന കാലാപ്പാടി മാവാണ്. കാലാപ്പാടി മാവൊക്കെ നമുക്ക് ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ്. നല്ല ഗ്രോത്ത് ഉള്ള ഹെൽത്തി പ്ലാന്റുകൾ. അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ പ്ലാന്റുകളുടെ അതീവ ശേഖരാണ്. ഒന്ന് കണ്ടു നോക്ക്. വിയറ്റ്നാം സൂപ്പർ ലീഫ് പ്ലാവ്, അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ ലീഫ് പ്ലാവൊക്കെ ഇപ്പൊ നല്ല ഹെൽത്തി പ്ലാന്റ്, എത്രയോ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഉണ്ടെന്ന് അറിയാമോ? അതെ, ഇത്രയും ഹൈറ്റ് ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ. ചക്ക ഇപ്പൊ നിലവിൽ അതിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഒരുപാട് ചക്കകൾ കിടക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ വലിയ പ്ലാന്റുകൾ നമ്മൾ വിശാലമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ പ്ലാന്റുകളെ പറ്റി നമുക്കൊന്ന് വിശാലമായിട്ട് പരിചയപ്പെടുത്താം. അപ്പൊ ഈ കാണുന്നത് നമ്മളെ 5 കിലോ വരെ വരുന്ന കമ്പോഡിയ മുന്തിരിയാണ്. 1 കിലോയിൽ 5 കിലോ വരെ വരുന്ന കമ്പോഡിയ മുന്തിരി. കമ്പോഡിയ മുന്തിരിയുടെയും നല്ലൊരു ശേഖരം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് തൈകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമ്മളെ ഉമ്മർലൂവിയൊക്കെ നമുക്ക് ഫ്ലവറുള്ള ഐറ്റംസുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും അവക്കാഡോ ആണ് ഇവിടുത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അത് വയനാടിന്റെ ഒരു പ്രത്യേകത. അവക്കാഡോ ആണ് ഉൽപാദനമൊക്കെ ഇവിടെ ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നതാണ് അവക്കാഡോ. കാലാവസ്ഥയിൽ തന്നെ കായ്ക്കുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള അവക്കാഡോ ഐറ്റംസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ധൈര്യത്തിൽ കൊണ്ടുപോകാം. ട്രോപ്പിക്കൽ വേണ്ടവർക്ക്, പുറത്തുനിന്ന് പറഞ്ഞവർക്ക്, ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു ഏരിയ ആണല്ലോ. അപ്പൊ ആ ട്രോപ്പിക്കൽ വേണമെന്നുള്ളവർക്ക് ട്രോപ്പിക്കൽ അവക്കാഡോയും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷീമപ്ലാവ് എന്ന് പറയുന്നതിന്റെ ഐറ്റം ഇവിടെ അങ്ങനെ കടച്ചക്ക എന്നാണ് ഇവിടെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള വെറൈറ്റികൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ബ്രസീലിയൻ മൾബറിയുടെ, പാകിസ്ഥാൻ മൾബറിയും ബ്രസീലിയൻ മൾബറിയും രണ്ടും ഉണ്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്.